പാക് അധീന കാശ്മീരിൽ സ്വന്തം ജനതയ്ക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം അഴിച്ചുവിടുന്ന പൈശാചികമായ കൂട്ടക്കുരുതികൾക്കെതിരെ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പാക് അധീന കാശ്മീരിലെ ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ അതിർത്തികൾ കടന്ന് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ നിന്നുള്ള പ്രമുഖ ആക്ടിവിസ്റ്റ് അംജദ് അയൂബ് മിർസ വ്യക്തമാക്കുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നാളെ ജൂലൈ 5-ന് ലണ്ടൻ നഗരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വൻ പ്രതിഷേധമാണ് അരങ്ങേറാൻ പോകുന്നത്. പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനായി കടുത്ത സാമ്പത്തിക ഉപരോധമാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിലേക്ക് ഒരു തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും കടത്തിവിടാൻ പാക് അധികൃതർ അനുവദിക്കുന്നില്ല. ഇതിനൊപ്പം കടുത്ത യാത്രാ ഉപരോധം കൂടി ഏർപ്പെടുത്തിയതോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടവരും ആശുപത്രികളിൽ പോകേണ്ടവരുമായിട്ടുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരാണ് പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയിലേറെയായി റാവലാക്കോട്ടിൽ ജനങ്ങൾ നടത്തുന്ന വൻ ധർണയെ നിരീക്ഷിക്കാൻ വേണ്ടി പാക് സൈന്യം ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ദിവസങ്ങൾ ചെല്ലുന്തോറും ഈ ജനക്കൂട്ടം വർദ്ധിച്ചു വരികയാണ്. ജനകീയ പ്രക്ഷോഭത്തിന്റെ മുന്നണിയിലുള്ള ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് ഷൗക്കത്ത് നവാസ് മീറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇതുവരെ 600-ലധികം പ്രവർത്തകരെയാണ് പാക് സൈന്യം ജയിലിലടച്ചത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ പാക് പട്ടാളം നേരിട്ട് വെടിയുതിർക്കുകയാണ്. ഇതിനോടകം 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ റാവലാക്കോട്ടിലെ മിലിറ്ററി ആശുപത്രിയായിട്ടുള്ള CMH പൂർണ്ണമായും പാക് പട്ടാളത്തിന്റെ കടുത്ത നിയന്ത്രണത്തിലാണ്. എന്നാൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള വസ്തുത അതല്ല. മരിച്ച തങ്ങളുടെ മക്കളുടെയും സഹോദരങ്ങളുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വരുന്ന ബന്ധുക്കളോട് കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഭീകരവാദികളാണെന്ന് എഴുതി നൽകാനാണ് പാക് സൈന്യം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒപ്പിട്ട് നൽകിയില്ലെങ്കിൽ മൃതദേഹം വിട്ടു നൽകില്ല എന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടിലാണ് അവർ. ആശുപത്രികളിലോ പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങളിലോ ചികിത്സ തേടിയെത്തുന്ന പരിക്കേറ്റവരെ പോലും സൈന്യം ക്രൂരമായി പിടിച്ചുകൊണ്ടുപോയി പിന്നീട് അവരെ കാണാതാകുകയാണ്. 1947 ഒക്ടോബർ 22-ൽ പാകിസ്ഥാൻ നടത്തിയ ആദ്യ കടന്നുകയറ്റത്തിന് ശേഷം 2026 ജൂൺ 5-ന് ആരംഭിച്ച ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ പാക് അധിനിവേശമായിട്ടാണ് ഇതിനെ അംജദ് അയൂബ് മിർസ വിശേഷിപ്പിക്കുന്നത്. വർഷങ്ങളായി കാശ്മീർ താഴ്വരയിലെ ജനങ്ങളുടെ പേരിൽ കാശ്മീർ ഐക്യദാർഢ്യ ദിനമായി പാകിസ്ഥാൻ കൊണ്ടാടിയിരുന്ന ജൂലൈ 5 ഇപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ആഗോള പ്രതിഷേധ ദിനമായി മാറിയിരിക്കുന്നു എന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ്. ഈ മാസം 27-ന് പാക് അധീന കാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജനങ്ങളുടെ വിയോജിപ്പുകളെ തോക്കിൻകുഴലിലൂടെ പാകിസ്ഥാൻ നേരിടുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ച ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിയമവിരുദ്ധമായി നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ച പാകിസ്ഥാന്റെ നടപടിയെയും അവരുടെ കടുത്ത അടിച്ചമർത്തൽ തന്ത്രങ്ങളെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. സംഘടനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആനുപാതികമല്ലാത്ത ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാന്റെ മറ്റൊരു പാവ അസംബ്ലിക്ക് ഇനി വോട്ട് ചെയ്യുന്നില്ലെന്നും തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നുമാണ് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനം. കാശ്മീരിലെ ജനങ്ങളോട് പാകിസ്ഥാന് യാതൊരു സ്നേഹവുമില്ലെന്നും അവർ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്ന വെറുമൊരു അധിനിവേശ ശക്തി മാത്രമാണെന്നുമുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും വാദമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വീണ്ടും ശരിവയ്ക്കപ്പെടുന്നത്. സ്വന്തം ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത പാകിസ്ഥാൻ സമാധാനം ചോദിക്കുന്നവർക്ക് നേരെ വെടിയുണ്ടകൾ പായിക്കുമ്പോൾ അവർ ലോകത്തിന് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുകയും നാണം കെടുകയുമാണെന്നുള്ള വസ്തുത അവർ തിരിച്ചറിയുന്നില്ല. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ നടത്തുന്ന ഈ ജീവൻ മരണ പോരാട്ടം ഇപ്പോൾ ഇസ്ലാമാബാദിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതികൂട്ടിലാക്കാൻ ഇന്ത്യക്ക് ലഭിച്ച വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.